ഹലോ ഗൈസ്, അരിസിന്റെ കല്യാണമായോണ്ട് നമ്മൾ ചുരിദാറൊക്കെ ഇട്ട് സെറ്റപ്പ് ആയിട്ടാണ് അങ്ങോട്ട് പോണത്. ഒരു നിമിഷം അപ്പുറത്തെ കാറിലോട്ട് എത്തി നോക്കിയപ്പോഴത്തേക്ക് ഈ പഴക്കൊല്ലം മോട്ടിച്ചതിന് പോലീസ് പിടിച്ചോണ്ടാണ് മിണ്ടാതിരിക്കുകയാണ്. ചെന്നപാടയവന്മാര് കല്യാണമൊക്കെ അല്ലേന്ന് പറഞ്ഞ് മൂന്നാല് ഗോസിപ്പും തട്ടിവിട്ടിട്ട് അവിടെ കയറിയിരുന്ന് റെസ്റ്റ് എടുക്കുകയാണ്. എല്ലാരും റെഡിയാന്ന് അറിയാൻ വേണ്ടി പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് എന്റെ കണ്ണ് താണ്ട് ഇവന്റെ മേലിൽ ഉടക്കി പിടിച്ചു. പിള്ളേരൊക്കെ വൺ സെറ്റപ്പ് കോട്ടൺ സൂട്ടൊക്കെ ഇട്ട് ആറാടുകയാണ്. ഇത്ര നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കൊണ്ടിരുന്നവന്മാരൊക്കെ ക്യാമറ അങ്ങോട്ട് ഓൺ ആയപ്പോഴത്തേക്ക് എന്റെ പൊന്നെ എന്തൊരു സ്നേഹം. അതിനുശേഷം ക്യൂട്ട്നെസ് വിതറാൻ വേണ്ടി ക്യാമറമാൻ വീഡിയോ ഓൺ ആക്കിയത് അറിഞ്ഞപ്പോഴത്തേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. രാജി കയറ്റി നിർത്തിയപ്പോഴത്തേക്ക് എവിടെ നിന്നില്ലാത്ത വെപ്രാളവും പരിവേഷവും ഒക്കെ തന്നെ പയ്യന് ഒരുവിധം പറഞ്ഞു മനസ്സിലാക്കി അവസാനം നിക്കാഹിനോണ്ടിരുത്തി. എന്റെ മകളെ തന്റെ മകളെ അയാളല്ല, അയാളുടെ മകളെ താനാകട്ടെ. അൽഹംദുലില്ലാ ഒരുവിധം പറഞ്ഞു ഒപ്പിച്ചങ്ങനെ. നിക്കാഹൊക്കെ അവിടെ തകൃതിക്ക് നടക്കണമെങ്കിൽ നമ്മൾ ഈ കണ്ണാടിയൊക്കെ വെച്ചിട്ട് പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി നിൽക്കണ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ഏത് ടൈപ്പ് ഭാവമാണെന്ന് നമുക്ക് മനസ്സിലായില്ല. ഉറങ്ങണ ചെറയണ എന്തിനാണെന്തോ. നിക്കാഹ് അങ്ങോട്ട് കഴിഞ്ഞ പാടെ സ്റ്റേജിൽ നേതാമാമ മൂല്യം ചെറിയാണ് ഈച്ചപ്പത്തേക്ക് കസേര എടുത്തോണ്ട് ഓടിയതാണ്. ഇവ എടുക്കാൻ വേണ്ടിട്ട് സ്റ്റേജിൽ കിടന്ന 32 കസേര 32 സെക്കൻഡ് കൊണ്ട് പറക്കിയടിക്ക് ഇവന്മാര് മാതൃക. എപ്പോഴാളതിൽ കസേരയൊക്കെ എടുത്ത് മാറ്റിയെങ്കിലും പിന്നെ എന്തൊരു ചെയ്യണമെന്ന് അറിഞ്ഞെടുത്തോണ്ട് കൈയൊക്കെ കെട്ടി അങ്ങനെ അനങ്ങാതങ്ങ് നിന്നു. പെണ്ണ് വരാൻ ലേറ്റ് ആവണോണ്ട് ചെറുക്കനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമയ്ക്ക് പോയിട്ട് കാല് തന്നെ തറയുന്ന നാട്ടുകാരൊക്കെ കണ്ട് ആഴ്വിപ്പെടുത്തൊരു ഒരു വഴിയായപ്പോഴത്തേക്ക് ഇനി എനിക്ക് സഹിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് മാലയും ബൊക്കെയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോയിട്ട് പുട്ടവിച്ച് വെച്ചണക്ക് നിന്നു. പെണ്ണങ്ങോട്ട് സ്റ്റേജിൽ കയറിയ പാടെ സുദർശന ചക്രം കറക്കണക്ക് പെണ്ണിനെ പിടിച്ച് 3-4 തിരിക്കും. ഇത് കറക്റ്റ് ആണെന്ന് അറിയാൻ നമ്മൾ കറക്കി നോക്കി. കല്യാണ പ്രായത്തോണ്ട് ശരിയായില്ല. ചെറുക്കനും പെണ്ണാണെങ്കിൽ 35 വർഷം എടുക്കാതെ വെച്ചിരുന്ന് വലയടിച്ചണക്കായി. ഇവന്മാർക്ക് തലയ്ക്ക് ഭ്രാന്തന്തരാണ്. ചെറുക്കനും പെണ്ണിനെ ഒതുക്കി വെച്ചിട്ട് ഓടി വന്ന് എന്റെ നെഞ്ചത്തോട്ട് അതാ ഒരു ചല്ലിത്തലയും അടിക്കല്ലേടെ ആ പറഞ്ഞപ്പോഴത്തേക്കും വായിക്കാത്തിട്ട് അടിച്ചു കഴിഞ്ഞിട്ട് മേശരിയാരും അമ്മാട്ടി വൃത്തിയാക്കണക്ക് 1 മണിക്കൂർ നിന്ന് കുത്തിയിളക്കിയിട്ട് അവസാനം എല്ലാരും കൂടെ പോയി ഒരു ഫോട്ടോ പിടിച്ചു. ചെയ്യണെല്ലാം കണ്ടിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരാൾ നിന്ന് യാസീൻ ഓതണം. കാരണം വേറെ ഒന്നുമല്ല, അടുത്ത ആഴ്ച പയ്യന്റെ കല്യാണമൊക്കെ ആയപ്പോഴത്തേക്ക് ഓടയ്ക്കകത്ത് മാനത്തേണ്ടി ഇരിക്കണക്കിരിക്കാതെ പയ്യനൊക്കെ ചില്ല നടക്കുകയാണ്. ആളെ കാണാത്തോണ്ട് പോയി നോക്കിയപ്പോഴത്തേക്കും KSRTC ഡിപ്പോയിൽ ബസ് അടുക്കിയിട്ടാണെങ്കിൽ എല്ലാം കൂടെ ഇതിന്റെ അകത്ത് കയറി. എന്റെ വ്ളോഗ് കാണാത്ത എല്ലാ കൊച്ചിനെ ഞാൻ അടുത്ത് വെച്ച് കളിപ്പിക്കും. കാണുന്നവന്മാരാണെങ്കിൽ അവന്മാർ ഓട്ടിച്ചിട്ടടിക്കും.